Morning. Okay, നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ക്ലാസിഫിക്കേഷൻ ആണ് അല്ലെ. ഹോസ്പിറ്റലിനെ കുറിച്ച് എന്താണ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നുണ്ട് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ നമുക്ക്. ഓൺ ദ ബേസിസ് ഓഫ് സർവീസ് അല്ലെ, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തില് രണ്ട് തരത്തിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, ജനറൽ ഹോസ്പിറ്റൽ എന്നും സ്പെഷ്യൽ ഹോസ്പിറ്റൽ. ഇനിയും എന്താ പറഞ്ഞത്, ഓൺ ദ ബേസിസ് ഓഫ് സൈറ്റ്സ് ഓർ നമ്പർ ഓഫ് ബെഡ്, സൈറ്റ്സിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ നമ്പർ ഓഫ് ബെഡിന്റെ അടിസ്ഥാനത്തിലും മൂന്ന് രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. റീജിയണൽ, ഡിസ്റ്റർബൻസ്. ഓക്കെ ഓക്കെ, 1 minute. ഓക്കെ ആണോ? ഡിസ്റ്റർബൻസ് ഉണ്ടോ? അപ്പോ സൈസ് അല്ലെ, ബേസിസ് ഓഫ് സൈസ് ഓർ നമ്പർ ഓഫ് ബെഡ്സിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് രീതിയിലാണ് തരംതിരിച്ചിരിക്കുന്നത്. റീജിയണൽ ഹോസ്പിറ്റല്, റൂറൽ ഹോസ്പിറ്റല്, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ അല്ലെ, പ്രാദേശിക ഹോസ്പിറ്റൽ ഉണ്ട്. ചാപ്റ്റർ നെയിം ഒന്ന് പറഞ്ഞു കൊടുത്തേ. അതുപോലെ തന്നെ റൂറൽ ഹോസ്പിറ്റൽ എന്താണ്, ഗ്രാമീണ ഹോസ്പിറ്റല്, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ജില്ലാ തല ഹോസ്പിറ്റല്. ഇനി ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ് അല്ലെ, ഓണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഉടമസ്ഥാവകാശം. ഓക്കെ, അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മള് നാലായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അല്ലെ. പബ്ലിക് ഹോസ്പിറ്റലുണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റല്, കോർപ്പറേറ്റീവ് ഹോസ്പിറ്റൽ അല്ലെ. കോർപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സഹകരണ. ഓക്കെ, സഹകരണ ഹോസ്പിറ്റൽ. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ റണ്ണിംഗ് ബൈ NGO നടത്തുന്ന ഹോസ്പിറ്റലുകളുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് ഓൺ ദ ബേസിസ് ഓഫ് ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ അല്ലെ, രോഗികള് സ്റ്റേ ചെയ്യുന്ന ഡ്യൂറേഷന്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. ലോങ് ഡ്യൂറേഷൻ ഹോസ്പിറ്റൽ എന്നും ഷോർട്ട് ഡ്യൂറേഷൻ ഹോസ്പിറ്റല്. ഇനി ലാസ്റ്റ് വൺ ആണ് എന്ത്, ഓൺ ദ ബേസിസ് ഓഫ് സിസ്റ്റം ഓഫ് മെഡിസിൻ അല്ലെ. സിസ്റ്റം ഓഫ് മെഡിസിന്റെ അടിസ്ഥാനത്തില് രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അലോപ്പതിക് ഹോസ്പിറ്റലും ആയുഷ് ഹോസ്പിറ്റലും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഹെൽത്ത് കെയർ സിസ്റ്റത്തിലൊക്കെ പഠിച്ചതാണ്. നമുക്ക് തുടങ്ങാം. ഇനി എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോ ഫസ്റ്റ് വൺ ആണ് ഓൺ ദ ബേസിസ് ഓഫ് സർവീസ് പ്രൊവൈഡഡ്. A hospital offers a galaxy of services to the end customer. എന്താണ് ഗാലക്സി എന്ന് പറഞ്ഞാല്, നമ്മള് ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ പഠിച്ചതാണല്ലോ ഗാലക്സി. കൂട്ടം അല്ലെങ്കിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അല്ലെ. ഹോസ്പിറ്റൽ ഓഫേഴ്സ് ഗാലക്സി ഓഫ് സർവീസ് ടു ദ എൻഡ് കസ്റ്റമർ. ഇവിടെ എൻഡ് കസ്റ്റമർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ആരായിരിക്കും? എൻഡ് കസ്റ്റമർ ആരായിരിക്കും? എൻഡ് കസ്റ്റമർ ആരായിരിക്കും ഉദ്ദേശിക്കുന്നത്? പേഷ്യൻസിനെ. എന്താ ഇങ്ങനെ ഓർത്തിരിക്കുന്നത്? പേഷ്യൻസിനെ അല്ലെ. ഹോസ്പിറ്റലില് ഒരു കൂട്ടം സർവീസുകള് അല്ലെ ഹോസ്പിറ്റലുകാര് ആർക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? പേഷ്യൻസിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. അവിടെ എൻഡ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്. അപ്പൊ ഹോസ്പിറ്റൽ ഓഫേഴ്സ് എ ഗാലക്സി ഓഫ് സർവീസ് ടു ദ എൻഡ് കസ്റ്റമേഴ്സ്. എൻഡ് കസ്റ്റമേഴ്സിന്, പേഷ്യൻസിന് ഒരു കൂട്ടം സർവീസുകൾ ഹോസ്പിറ്റൽസ് ഓഫർ ചെയ്യുന്നുണ്ട്. ഓൾ സർവീസ് may not be applicable in every hospital. ഇനി എല്ലാ ഹോസ്പിറ്റലുകളിൽ നിന്നും എല്ലാ തരം സർവീസുകളും ലഭിക്കും നമുക്ക്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം?
എല്ലാ ഹോസ്പിറ്റലുകളിൽ നിന്നും എല്ലാത്തരം സർവീസ് ലഭിക്കും? ഇല്ല. അങ്ങനെയുള്ളത് ഏതൊക്കെ ഹോസ്പിറ്റൽ ആയിരിക്കാം? ഓരോന്നിനും ഓരോ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റൽസ് ഉണ്ടാവുമല്ലേ? ഇപ്പോ എന്താണ് കണ്ണ് അല്ലെ, കണ്ണാശുപത്രി, അതുപോലെ തന്നെ ENT അല്ലെ, അങ്ങനെയുള്ള സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റൽ അല്ലെ, ഇങ്ങനെയുള്ള കണ്ണുമായിട്ട് ബന്ധപ്പെട്ട സർവീസുകളാണ് ആ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നത്. അല്ലെങ്കിൽ എന്താണ്, ഇപ്പൊ കാലുവേദനയ്ക്കോ മുട്ടുവേദനയ്ക്ക് അല്ലെങ്കിൽ തലവേദനയ്ക്ക് പനിക്കൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സർവീസ് നമുക്ക് കിട്ടാറുണ്ടോ? ENT അല്ലെങ്കിൽ ഇപ്പോ കണ്ണാശുപത്രികളിലൊക്കെ ചെന്നാല് ഇല്ല, കിട്ടില്ല അല്ലേ? അപ്പൊ എന്താണ്, പലതരത്തിലുള്ള സർവീസ് അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള സർവീസുകള് എവറി ഹോസ്പിറ്റൽ, എല്ലാ ഹോസ്പിറ്റലുകളിൽ നിന്നും കിട്ടുകയില്ല. ഓക്കെ, മനസ്സിലായോ? സെന്റൻസ് ഓൾ സർവീസ് may not be applicable in every hospital. This quality makes it easier to visit the different hospital. ഇങ്ങനെയുള്ള ക്വാളിറ്റീസ് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഡിഫറെന്റ് ഹോസ്പിറ്റലുകള് വിസിറ്റ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ എനിക്ക് കണ്ണിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാൻ പോയിട്ട് എന്താണ്, ഒരു ജനറൽ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഡോക്ടർ ഉണ്ടാവും, എന്നാൽ കൂടിയും എന്താണ്, കണ്ണ് ഹോസ്പിറ്റൽ അല്ലെ, കണ്ണിന്റെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലുകളിലാണ് നമ്മൾ പോവാറല്ലേ ഇല്ലേ? അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ഇങ്ങനെയുള്ള ക്വാളിറ്റികൾ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഡിഫറെന്റ് ഹോസ്പിറ്റൽസുകൾ വിസിറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? കണക്ഷൻ കിട്ടിയോ നിങ്ങൾക്ക്? രണ്ട് സെന്റൻസിന്റെ all service may not be applicable to every hospital. അതുപോലെ തന്നെ this quality make it easier to visit different hospital. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലായോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സെന്റൻസിലോട്ട് മിസ് പോവുകയാണ് കേട്ടോ. ഓക്കെ, on the basis of service provided, the hospitals are classified into two. എന്താണ്, സർവീസിന്റെ അടിസ്ഥാനത്തില് ഹോസ്പിറ്റലുകളെ രണ്ട് രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചതാണ് അല്ലെ? ജനറൽ ഹോസ്പിറ്റൽസും സ്പെഷ്യൽ ഹോസ്പിറ്റൽസും. ഓക്കെ, മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ജനറൽ ഹോസ്പിറ്റൽ എന്താണ് മീൻ ചെയ്യുന്നത്. There are the types of hospital where different specialist service are provided to both adults and children under the same roof, including medical, surgical, pediatric, cardiology, dermatology, orthopedics, or ophthalmology, etc. അപ്പൊ ജനറൽ ഹോസ്പിറ്റലുകളില് എന്താണ് മീൻ ചെയ്യുന്നത്? ജനറൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് both the service, specialist service are provided to both adults and children. ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച്, അത്ര ഭാഗങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. Different specialist service are provided to both, രണ്ടാളുകൾക്കും കൊടുക്കുന്നുണ്ട് അല്ലെ, ചിൽഡ്രൻസിനായാലും അഡൽട്സിനായാലും സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഡിഫറെന്റ് സ്പെഷ്യലിസ്റ്റ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റലുകളാണ് ഈ ജനറൽ ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നത്. ഏതൊക്കെ സർവീസുകളാണ് അല്ലെ? ഒരു കുടക്കീഴില്, റൂഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കുടക്കീഴില് നമ്മൾക്ക് ഇത്തരം കാര്യങ്ങളാണ് മെഡിക്കൽ പരമായിട്ടുള്ള അല്ലെങ്കിൽ സർജിക്കൽ പരമായിട്ടുള്ള, അതുപോലെ പീഡിയാട്രിക് അല്ലെ. പീഡിയാട്രിക് എന്താ, ആരുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടതാണ്? ആരുമായിട്ടാണ് റിലേറ്റ്? ചൈൽഡ്. അതുപോലെ തന്നെ കാർഡിയോളജി എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? കാർഡിയോളജി ഹാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടതാണ്. ഡെർമറ്റോളജി ടീത്തോ, ഓക്കെ, സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. അതുപോലെ എന്താണ്, ഓർത്തോപെഡിക്സ്, ഇതെന്തുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടതായിരിക്കും? ഓർത്തോപെഡിക്സ് ബോൺസുമായിട്ട്. ഓക്കെ, അതുപോലെ ഒഫ്താൽമോളജിയോ ഓക്കെ, ഐയുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടതാണ്. ഇങ്ങനെയുള്ള സർവീസുകളാണ് നമുക്ക് എവിടെ കിട്ടുന്നത്? ജനറൽ ഹോസ്പിറ്റലുകളിൽ കിട്ടുന്നത്.
അല്ലെ? അതുപോലെ തന്നെ രണ്ടാൾക്കും അതുപോലെ ഏതൊക്കെ ആളുകൾക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? both adults and children. ഇനി എങ്ങനെയുള്ള സർവീസുകൾ? ഡിഫറെന്റ് സ്പെഷ്യലിസ്റ്റ് സർവീസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മെഡിക്കൽ പരമായിട്ടുള്ളത്, സർജിക്കൽ പരമായിട്ടുള്ളത്, അതുപോലെ പീഡിയാട്രിക്, കാർഡിയോളജി, ഡെർമറ്റോളജി, ഓർത്തോപെഡിക്സ്, അതുപോലെ ഒഫ്താൽമോളജി അങ്ങനെയുള്ള ഒരു കൂട്ടം സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റലുകളെയാണ് നമ്മള് ജനറൽ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് അല്ലെ. ഇനി ജനറൽ ഹോസ്പിറ്റലിനൊരു ഉദാഹരണം നമുക്ക് പറയാൻ പറ്റില്ലേ? മെഡിക്കൽ കോളേജ് പറയാൻ പറ്റില്ലേ? ഇല്ലേ? പലതരത്തിലുള്ള സർവീസുകൾ അല്ലെ, അഡൽട്സിനായാലും അതുപോലെ തന്നെ ചിൽഡ്രൻസിനായാലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ അവിടെ. ഓക്കെ, മെഡിക്കൽ കോളേജ് കേട്ടോ, ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച് കൊടുക്കുന്നത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് ആണ് സ്പെഷ്യൽ ഹോസ്പിറ്റൽ. These hospitals deals with the specific category of disease. Example, eye hospitals, hospital of cardiac diseases, ENT hospitals, etc. അപ്പൊ നമ്മള് ആദ്യം എന്താണ് ഇവിടെ പറഞ്ഞല്ലേ, ഓൺ ദ ബേസിസ് ഓഫ് സർവീസ് പ്രൊവൈഡിൽ പറഞ്ഞു എല്ലാ ഹോസ്പിറ്റലുകളിൽ നിന്നും എന്താണ് ഒരുപോലെയുള്ള അല്ലെങ്കിൽ ഓൾ സർവീസ് കിട്ടില്ല എന്നുള്ളത്. ഇപ്പൊ നമ്മളിവിടെ എന്താണ് സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞല്ലേ, ഇപ്പൊ ഐ ഹോസ്പിറ്റൽ ആയാലും ഐയുടെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ ENT അല്ലെ, കാർഡിയാക് ഡിസീസസ് അങ്ങനെയുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ കാർഡിയാക് യഥാർത്ഥമായിട്ട് ബന്ധപ്പെട്ട സർവീസുകളാണ് അവിടെ കൊടുക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ് എല്ലാ സ്പെഷ്യലിസ്റ്റ് സർവീസുകൾ അല്ലെ, സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു കാറ്റഗറിയാണ് സ്പെഷ്യൽ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ. ഒരു പ്രത്യേക കാറ്റഗറിയിലുള്ള രോഗങ്ങളെ ഡീല് ചെയ്യുന്ന ഹോസ്പിറ്റലുകളാണ് സ്പെഷ്യൽ ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഒരു പ്രത്യേക കാറ്റഗറിയിലുള്ള രോഗങ്ങളെ ഡീല് ചെയ്യുന്ന ഹോസ്പിറ്റലാണ് കേട്ടോ എന്തെന്ന് പറയുന്നത്? സ്പെഷ്യൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അറിയാത്തവരെ അവിടെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ, പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഐ ഹോസ്പിറ്റൽ ഉണ്ട്, അതുപോലെ ഹോസ്പിറ്റൽ ഓഫ് കാർഡിയാക് ഡിസീസസ്, അതുപോലെ ENT ഹോസ്പിറ്റൽസ്. ഇതൊക്കെയാണ് സ്പെഷ്യൽ സർവീസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടത്. ഒരു പ്രത്യേക കാറ്റഗറിയിലുള്ള രോഗങ്ങളെ ഡീല് ചെയ്യുന്ന ഹോസ്പിറ്റൽസ്. ക്ലിയർ ആയോ? ഓൺ ദ ബേസിസ് ഓഫ് സർവീസിൽ നമ്മൾ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. ജനറൽ ഹോസ്പിറ്റലും ഉണ്ട്, സ്പെഷ്യൽ ഹോസ്പിറ്റലും ഉണ്ട്. ജനറൽ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പറഞ്ഞത്? ഇങ്ങനെ എന്താണ് രണ്ടാളുകൾക്കും അല്ലെ, അഡൽട്സിനായാലും ചിൽഡ്രൻസിനായാലും ഡിഫറെന്റ് സ്പെഷ്യലിസ്റ്റ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസിനെയാണ് നമ്മൾ ഈ ജനറൽ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? മെഡിക്കല്, സർജിക്കല്, അതുപോലെ പീഡിയാട്രിക്, ഓൾ സർവീസ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് കാർഡിയോളജി, ഡെർമറ്റോളജി, ഒഫ്താൽമോളജി അങ്ങനെയുള്ള പലതരത്തിലുള്ള സർവീസുകള് ഈ ജനറൽ ഹോസ്പിറ്റലുകളില് അഡൽറ്റിനായാലും ചിൽഡ്രൻസിനായാലും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞത് മെഡിക്കൽ കോളേജ്. അതുപോലെ തന്നെ സ്പെഷ്യൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു പ്രത്യേക കാറ്റഗറിയിലുള്ള രോഗങ്ങളെ ഡീൽ ചെയ്യുന്ന ഹോസ്പിറ്റലാണ് സ്പെഷ്യൽ ഹോസ്പിറ്റല്. എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, ഐ ഹോസ്പിറ്റൽ ഉണ്ട്, ഹോസ്പിറ്റൽ ഓഫ് കാർഡിയാക് ഡിസീസസ് ഉണ്ട്, ENT ഹോസ്പിറ്റലുകളുണ്ട്. കിട്ടിയില്ലേ? രണ്ടിന്റെയും ഡിഫറൻസ് മനസ്സിലായോ? കിട്ടാത്തവരുണ്ടെങ്കിൽ അതുകൊണ്ടാണ് മിസ്സിങ്ങിനെ 1 2 പ്രാവശ്യം 3 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഓൺ ദ ബേസിസ് ഓഫ് സൈസ് ഓർ നമ്പർ ഓഫ് ബെഡ്സ് അല്ലെ, ബെഡിന്റെ അടിസ്ഥാനത്തിൽ. അതുപോലെ തന്നെ സൈസ് അല്ലെ, ഹോസ്പിറ്റൽസ് വലുതാവാം ചെറുതാവാം, അങ്ങനെയുള്ള സൈസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റൽ should have an enough number of beds to accommodate their inpatient and should have enough space to accommodate the patient staff as mentioned in the rules. According to the size or number of beds a hospital is classified into 3. Okay, എന്താണ്
നമ്പർ ഓഫ് സൈസിന്റെ അടിസ്ഥാനത്തിൽ അതുപോലെ നമ്പർ ഓഫ് എന്താണ് ബെഡിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിരിക്കുന്ന ഹോസ്പിറ്റൽ എന്താണ് അവിടെ മീറ്റ് ചെയ്യുന്നത്. ഇൻപേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ഇൻപേഷ്യൻസ് എന്താണ്? ഇൻപേഷ്യൻസ് എന്ന് പറഞ്ഞാല് അഡ്മിറ്റ് ആയ അല്ലെ, എന്താണ് അവിടെ കിടത്തി ചികിത്സിക്കുന്ന കിടപ്പ് രോഗികളെയാണ് നമ്മൾ ഇൻപേഷ്യൻസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇൻപേഷ്യൻസിനെ അക്കോമഡേറ്റ് ചെയ്യുന്നതിനുള്ള നമ്പർ ഓഫ് ബെഡുകൾ അവിടെ വേണം അല്ലെ. അവിടെ കിടന്ന് ചികിത്സിക്കുന്നതിനുള്ള ബെഡുകൾ ആവശ്യമാണ് ഇൻപേഷ്യൻസിന്. അതുപോലെ തന്നെ പേഷ്യൻസിനെയും സ്റ്റാഫിനെയും അക്കോമഡേറ്റ് ചെയ്യാനായിട്ടുള്ള സ്പേസും ആ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിരിക്കണം. ക്ലിയർ ആയോ? അപ്പൊ സൈസ് ആൻഡ് നമ്പർ ഓഫ് ബെഡിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഹോസ്പിറ്റലുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയുള്ള അടിസ്ഥാനത്തിലാണ്? അവിടെ കിടന്ന് ചികിത്സിക്കുന്ന പേഷ്യൻസിന് കിടക്കാനായിട്ടുള്ള നമ്പർ ഓഫ് ബെഡ് ആവശ്യമാണ്. അതുപോലെ തന്നെ പേഷ്യൻസിനെ ആയാലും അതുപോലെ തന്നെ സ്റ്റാഫിനെ ആയാലും അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസും ഇവിടെ ഉണ്ടായിരിക്കണം, ഹോസ്പിറ്റലുകളിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, മനസ്സിലായോ? ഇനി നമ്മള് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടല്ലേ, 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. റീജിയണൽ ഹോസ്പിറ്റൽ ഉണ്ട്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഉണ്ട്, അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് റൂറൽ ഹോസ്പിറ്റല്. ഇനി ഫസ്റ്റ് വൺ ആണ് പറയുന്നത് റീജിയണൽ ഹോസ്പിറ്റല്. റീജിയണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇതിന്റെ അർത്ഥം എന്തായിരുന്നു? റീജിയണൽ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാല് പ്രാദേശിക, വെരി ഗുഡ്, പ്രാദേശിക ഹോസ്പിറ്റൽ അല്ലെ. ഓക്കെ, നമുക്ക് നോക്കാം പ്രാദേശിക ഹോസ്പിറ്റൽ എന്താണ്. റീജിയണൽ ഹോസ്പിറ്റൽ. ദീസ് ഹോസ്പിറ്റൽസ് ഹാവ് മോർ ദാൻ 500 ബെഡ്. എത്ര ബെഡ് ആണ് വേണ്ടത്? മോർ ദാൻ 500 ബെഡ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേ. റീജിയണൽ ഹോസ്പിറ്റലിന് മോർ ദാൻ 500 ബെഡ്സുകൾ ഉണ്ടായിരിക്കണം. There are attached to മെഡിക്കൽ കോളേജ്. അപ്പൊ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ എന്തുമായിട്ടാണ് അറ്റാച്ച് ചെയ്യപ്പെടുന്നത്? മെഡിക്കൽ കോളേജുകളുമായിട്ട് അറ്റാച്ച് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മോർ ദാൻ 500 ബെഡ്സ് വേണം, മെഡിക്കൽ കോളേജുമായിട്ട് അറ്റാച്ച് ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് ഹാവ് ഓൾ ടൈപ്പ് ഓഫ് സ്പെഷ്യാലിറ്റീസ് ആൻഡ് സബ് സ്പെഷ്യാലിറ്റീസ്. ഇനി എന്താണ്? 2 ടൈപ്പിലുള്ള സർവീസുകളാണ് അല്ലെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സ്പെഷ്യലൈസ്ഡ് സർവീസുകൾ, സബ് സ്പെഷ്യലൈസ്ഡ് സർവീസുകളും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ എന്താണ്? റേഡിയോ തെറാപ്പി, ന്യൂറോ സർജറി, ഇതൊക്കെ എന്താണ് ഈ റീജിയണൽ ഹോസ്പിറ്റലുകളിൽ അവൈലബിൾ ആണ്. മനസ്സിലായോ? റീജിയണൽ ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞാല് പ്രാദേശിക ഹോസ്പിറ്റലുകളാണ്. ഈ പ്രാദേശിക ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? മോർ ദാൻ 500 ബെഡ്സ് അവിടെ അവൈലബിൾ ആയിരിക്കണം, അവിടെ ഉണ്ടാവണം. അതുപോലെ തന്നെ എന്താണ്? അറ്റാച്ച്ഡ് ടു ദ മെഡിക്കൽ കോളേജ്, മെഡിക്കൽ കോളേജുമായിട്ട് അറ്റാച്ച് ചെയ്യപ്പെട്ടതാണ് റീജിയണൽ ഹോസ്പിറ്റലുകൾ. ഇവിടെ ഏതൊക്കെ ടൈപ്സ് ഉള്ള സർവീസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ടൈപ്സ് ഓഫ് സ്പെഷ്യാലിറ്റീസ് ആൻഡ് സബ് സ്പെഷ്യാലിറ്റീസ് സർവീസുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്രയും ഉള്ള സ്പെഷ്യാലിറ്റീസുകൾ അതുപോലെ തന്നെ ഉള്ള സൗകര്യങ്ങളും ഇവിടെ ആ ഹോസ്പിറ്റലുകളിൽ അവൈലബിൾ ആയിരിക്കും. ഇനി അതിന് എക്സാമ്പിൾസ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേ. റേഡിയോ തെറാപ്പി, ന്യൂറോ സർജറി. ഈ എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ. സ്പെഷ്യാലിറ്റി സർവീസിന് എക്സാമ്പിൾ ആണ് അവിടെ കൊടുത്തത്. ഇനി അങ്ങനെയുള്ള റീജിയണൽ ഹോസ്പിറ്റലുകളുടെ എക്സാമ്പിൾ താഴെ കൊടുത്തിരിക്കുന്നു, നോക്കിയേ. Examples of these types of hospital are Halya Hospital, Amarda Institute, Medical College. Okay. മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഓരോ എക്സാമ്പിൾസ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ചിലപ്പോ ചോദിക്കാം, എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ ആണെന്ന് ചോദിക്കാം. അഹല്യ ഹോസ്പിറ്റൽ ഉണ്ട്, അമൃത ഹോസ്പിറ്റൽ ഉണ്ട്. ഇനി നെക്സ്റ്റ് ആണ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ ജില്ലാ ഹോസ്പിറ്റലുകൾ. പ്രൊവൈഡ് അബൌട്ട് 15 സ്പെഷ്യാലിറ്റീസ്. അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? 15 സ്പെഷ്യാലിറ്റീസ്.
അവിടെ അവൈലബിൾ ആയിരിക്കും, ഇൻക്ലൂഡിങ് മെഡിക്കൽ, സർജിക്കൽ, ഗൈനക്. എന്താണ് ഗൈനക് എന്ന് പറഞ്ഞാല്? ഗൈനക് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? ഗൈനക്കോളജി അല്ലേ? ആ, ഗൈനക്കോളജിയുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടതാണ് ഗൈനക്. ഓക്കെ, ആ ഗൈനക്കോളജിസ്റ്റ്. ഇനി എന്താണ്? ENT ഉണ്ട്, IE ഉണ്ട്, അനസ്തീഷ്യ ആൻഡ് ഡെർമറ്റോളജി, ആൻഡ് ഹാവ് ദ റേഞ്ച് ഓഫ് ബെഡ്. ബെഡ് എത്രയാണ് വേണ്ടത്? 100 കേട്ടോ. അവിടെ 1000 ആണ് കൊടുത്തിരിക്കുന്നത്, ഒരു 0 വെട്ടിക്കളയാം. 100 to 500 beds അവിടെ അവൈലബിൾ ആയിരിക്കും. ഇത്രയും റേഞ്ചസ് ഓഫ് ബെഡ്സ് ഉണ്ടായിരിക്കും കേട്ടോ. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? മെഡിക്കൽ, സർജറി, ഗൈനക്, ENT, ഐ, അനസ്തേഷ്യ ആൻഡ് ഡെർമറ്റോളജി. ഇങ്ങനെയുള്ള സ്പെഷ്യൽ സർവീസുകൾ, സ്പെഷ്യാലിറ്റീസുകൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബെഡിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാല് 100 to 500 റേഞ്ചിലാണ് അവിടെ ബെഡുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് റൂറൽ ഹോസ്പിറ്റൽ അല്ലെ. റൂറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റൂറൽ ഗ്രാമ അല്ലെ, ഗ്രാമീണ ഹോസ്പിറ്റൽസ്. ഇറ്റ് ഹാസ് എ കപ്പാസിറ്റി ഓഫ് 20 to 100 ബെഡ്സ്. അപ്പൊ ഗ്രാമീണ അല്ലെങ്കിൽ റൂറൽ ഹോസ്പിറ്റലിന്റെ കപ്പാസിറ്റി, ആ ബെഡ് കപ്പാസിറ്റി എത്രയാണ്? 20 to 100. ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഓരോ ബെഡ് റേഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഏതൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാർക്ക് പോകരുത്. ഓക്കെ, ഓരോന്നും മാർക്ക് ചെയ്ത് വെച്ചിട്ട് പഠിക്കാം. റൂറൽ ഹോസ്പിറ്റലിന്റെ ബെഡ് റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 to 100 ബെഡ്സ് ആണ്. ഇറ്റ് പ്രൊവൈഡ്സ് എന്തൊക്കെ സർവീസുകളാണ് കൊടുക്കുന്നത്? മെഡിക്കൽ ആൻഡ് സർജിക്കൽ കെയർ ഓൺലി. മെഡിക്കൽ ആൻഡ് സർജിക്കൽ കെയർ ഓൺലി. മെഡിക്കൽ പരമായിട്ടും അതുപോലെ തന്നെ ശാസ്ത്രക്രിയ പരിശീലനവും എവിടെ നൽകുന്നുണ്ട്? റൂറൽ ഹോസ്പിറ്റലുകളില്, ഗ്രാമീണ ഹോസ്പിറ്റലുകളില് നൽകുന്നുണ്ട്. ഇനി റൂറൽ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാല്, റൂറൽ ഹോസ്പിറ്റൽസ് ആർ ദ ഹോസ്പിറ്റൽ. ഇത് നമ്മുടെ PDF ഇല്ല, ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഒന്നുകൂടി വായിക്കാം മിസ്. റൂറൽ ഹോസ്പിറ്റൽസ് ആർ ദ ഹോസ്പിറ്റൽ that serve communities in rural areas. റൂറൽ ഏരിയാസിലുള്ള കമ്മ്യൂണിറ്റികൾക്ക് സേവനം നൽകുന്ന ഹോസ്പിറ്റലിനെയാണ് റൂറൽ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് കേട്ടോ. എഴുതി വെക്കണോ നിങ്ങൾക്ക്? വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോളൂ. റൂറൽ ഹോസ്പിറ്റൽസ് ആർ ഹോസ്പിറ്റൽസ്. Rural hospitals are hospitals that serve 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 communities in rural areas. ഒന്നുകൂടിയും വായിക്കാം മിസ്. Rural hospitals are hospitals that serve communities in rural areas. റൂറൽ ഏരിയാസിലുള്ള കമ്മ്യൂണിറ്റികൾക്ക് സേവനം ചെയ്യുന്ന ഹോസ്പിറ്റൽസിനെയാണ് നമ്മൾ റൂറൽ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. അതിന്റെ ബെഡ് റേഞ്ച് എന്ന് പറയുന്നത് 20 to 100 ആണ്. അതുപോലെ തന്നെ മെഡിക്കൽ ആൻഡ് സർജിക്കൽ കെയർ ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. കിട്ടിയോ? നമ്മൾ പഠിച്ചത് എന്താണ്? ഓൺ ദ ബേസിസ് ഓഫ് സൈസ് ഓർ നമ്പർ ഓഫ് ബെഡ്സ് ആണല്ലേ. ഓക്കെ, അപ്പോ അതിൽ പറയുന്നത് എന്താണ്? ഇൻപേഷ്യൻസിനെ അക്കോമഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബെഡുകൾ
എത്ര നമ്പർ ഓഫ് ബെഡ് വേണം എന്നുള്ളത് അവിടെ അവൈലബിൾ ആയിരിക്കണം. അവർക്ക് കിടക്കുന്ന ചികിത്സിക്കാനായിട്ട് തരത്തിലുള്ള ബെഡുകൾ അവൈലബിൾ ആക്കണം. അതുപോലെ തന്നെ പേഷ്യൻസിനെയും അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനെയും അക്കോമഡേറ്റ് ചെയ്യാൻ രീതിയിലുള്ള സ്പേസും ആ ഹോസ്പിറ്റലുകളിൽ അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, ഈ 3 രീതിയിലാണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. റീജിയണൽ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്, റൂറൽ ഹോസ്പിറ്റൽസ്. റീജിയണൽ ഹോസ്പിറ്റൽസ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഹോസ്പിറ്റൽസ് അതിനകത്ത് മിഡ് റേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്? 500 അല്ലെ, മോർ ദാൻ 500 ബിറ്റ്സ് ആണ്. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുമായിട്ട് അറ്റാച്ച് ചെയ്യപ്പെട്ടതാണ് റീജിയണൽ ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന സ്പെഷ്യാലിറ്റി അതുപോലെ തന്നെ സബ് സ്പെഷ്യാലിറ്റി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ് ആ സ്പെഷ്യാലിറ്റി സർവീസിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്? റേഡിയോ തെറാപ്പി, ന്യൂറോ സർജറി. ഇനി റീജിയണൽ ഹോസ്പിറ്റലിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു? അലിയ ഹോസ്പിറ്റൽസും അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ കോളേജും. അണ്ടർലൈൻ ചെയ്ത് വെക്കാട്ടോ, ഓരോ വരിയും നമുക്ക് പഠിക്കാനുള്ളതാണ്, ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ അല്ലെ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ 15 സ്പെഷ്യാലിറ്റീസുകളാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്? മെഡിക്കൽ, സർജറി, ഗൈനക്, ENT, ഐ, അനസ്തീഷ്യ, ഡെർമറ്റോളജി. ഇവയുമായിട്ട് ബന്ധപ്പെട്ട 15 സ്പെഷ്യാലിറ്റീസുകളാണ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, ജില്ലാതല ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അവരുടെ ഈ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിന്റെ എന്താണ് ബെഡ് റേഞ്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 to 500 ആണ്. ഓക്കെ, 1000 എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വെട്ടിക്കളയണം കേട്ടോ. ഓക്കെ, ഇനി റൂറൽ ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ്? അതിന്റെ ബെഡ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 20 to 100 ബെഡ് റേഞ്ച് ആണ്. അത്തരത്തിലുള്ള ബെഡുകളാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. 20 to 100 ബെഡ്സ്. അതുപോലെ തന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് അല്ലെ, കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡിക്കൽ ആൻഡ് സർജിക്കൽ കെയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു റൂറൽ ഹോസ്പിറ്റൽസ് ആർ ഹോസ്പിറ്റൽസ് ദാറ്റ് സെർവ് കമ്മ്യൂണിറ്റീസ് ഇൻ റൂറൽ ഏരിയസ്. റൂറൽ ഏരിയാസിലുള്ള കമ്മ്യൂണിറ്റികൾക്ക് സേവനം നൽകുന്ന ഹോസ്പിറ്റൽസ് ആണ് റൂറൽ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, 2 ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കിയിട്ടുള്ളത് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കിയേ, 2 ക്ലാസിഫിക്കേഷനും ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചേ. വായിച്ചു കഴിഞ്ഞാൽ കമന്റ് ഇട്ടാ മതി കേട്ടോ.
ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? രണ്ട് ക്ലാസിഫിക്കേഷനും ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണല്ലേ? റീജിയണൽ ഒന്നും കൂടി പറയണോ? ഓക്കെ, റീജിയണൽ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോർ ദാൻ 500 ബെഡ്സ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുമായിട്ട് ഈ റീജിയണൽ ഹോസ്പിറ്റൽ അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ എന്താണ് സ്പെഷ്യാലിറ്റീസുകൾ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പെഷ്യാലിറ്റീസുകൾ, സബ് സ്പെഷ്യാലിറ്റീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആണ് റീജിയണൽ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ. ഈ സ്പെഷ്യാലിറ്റീസിന് ഉദാഹരണമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഏത്? റേഡിയോ തെറാപ്പി, ന്യൂറോ സർജറി എന്നുള്ളത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? അതുപോലെ തന്നെ റീജിയണൽ ഹോസ്പിറ്റൽസിൽ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് അഹല്യ ഹോസ്പിറ്റൽ, അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ കോളേജ്. ഓക്കെ ആണോ ക്രിസ്റ്റീന? ഇനി നെക്സ്റ്റ് ആണ് ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ് അല്ലെ. ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഉടമസ്ഥാവകാശം. അതിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഡീറ്റെയിൽസ് എന്നുള്ളത് കേട്ടോ. Nowadays hospitals are running into a huge business at the forward stage അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റൽസ് ഒക്കെ എന്താണ്? ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബിസിനസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഹോസ്പിറ്റൽസിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? എന്തായിരിക്കും ഇപ്പോഴുള്ള ഹോസ്പിറ്റൽസിന്റെ ഒക്കെ പ്രധാന ലക്ഷ്യം എന്തായിരിക്കും? അറിയാൻ പറ്റുമോ? പ്രോഫിറ്റ് അല്ലെ, നമുക്ക് പറയാൻ പറ്റും പ്രോഫിറ്റ് ആണ് അല്ലെ. സർവീസ് നടത്തുന്നുണ്ട്, എന്നിരുന്നാൽ കൂടിയും അതിന്റെ ഇന്നർ ആയിട്ടുള്ള മീനിങ് പറയുകയാണെങ്കിൽ എന്താണ്? പ്രോഫിറ്റ് ആണ്. ക്വാളിറ്റി കെയർ അവർ കൊടുക്കുന്നുണ്ട്, പക്ഷെ അവരുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? എല്ലാ ഹോസ്പിറ്റലും മുൻപന്തിയിൽ നിൽക്കുക. ഇപ്പൊ നമ്മുടെ ഒരു ജില്ലയിൽ ഇപ്പൊ 2-3 ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കോമ്പറ്റീഷൻ ആണ് അല്ലെ, ഏതാണ് നല്ല രീതിയിൽ പോകുന്നത്, സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ അവിടെ എന്തുണ്ടാവും? പൈസയും ഉണ്ടാവും അല്ലെ. ഓരോ കാര്യങ്ങൾക്കും പൈസയും കൂടുതലായിരിക്കും. ഓക്കെ, ഇപ്പോ എല്ലാ ഹോസ്പിറ്റലും എന്താണ്? ഒരു ബിസിനസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് ഹാവ് ഷോൺ ടു ദ ഇൻട്രസ്റ്റ് ടു എസ്റ്റാബ്ലിഷ് എ ഹോസ്പിറ്റൽ. അപ്പൊ ഗവൺമെന്റിന് എന്തുണ്ട്? ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലെ. ഇൻട്രസ്റ്റ് ഉണ്ട്. എന്താണ് എസ്റ്റാബ്ലിഷ് എന്ന് പറഞ്ഞാൽ സ്ഥാപിക്കുക അല്ലെ. ഹോസ്പിറ്റൽസുകൾ സ്ഥാപിക്കാനായിട്ട് ഗവൺമെന്റിന് ഇൻട്രസ്റ്റുകൾ ഉണ്ട്. ഇനി ഗവൺമെന്റിന് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും but now private parties are running this sector. ഇനി this sector ഹോസ്പിറ്റൽസ് സ്ഥാപിക്കുന്നത് കൂടുതലും ഏതൊക്കെ ആളുകളാണ്? പ്രൈവറ്റ് പാർട്ടീസ് ആണ് അല്ലെ. ആണോ? നമ്മുടെ ഒരു കേരളത്തിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓരോ ജില്ലകളിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ കാട്ടിലും കൂടുതൽ നമ്മുടെ നാട്ടിലുള്ളത് ഏതൊക്കെയാണ്? പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആണ് അല്ലെ. പ്രൈവറ്റ് പാർട്ടീസ് ആണ് കൂടുതലും ഈ മേഖല അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ്? അപ്പാർട്ട് ഫ്രം ദീസ് ടു പാർട്ടീസ്, കോപ്പറേറ്റീവ് സൊസൈറ്റി and different non-governmental organizations are also running hospitals now. ഇനി ഇവര് കൂടാതെ പ്രൈവറ്റ് പാർട്ടി ഉണ്ട്, അതുപോലെ ഗവൺമെന്റ് ഉണ്ട് അല്ലെ. ഇവര് കൂടാതെ ഹോസ്പിറ്റൽസ് സ്ഥാപിക്കുന്ന 2 സൊസൈറ്റി അല്ലെ. ഏതൊക്കെയാണുള്ളത്? കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസും ഉണ്ട്. ഇവരും ഇന്ന് സ്ഥാപിക്കുന്നുണ്ട്, ഹോസ്പിറ്റല് സ്ഥാപിക്കുന്നുണ്ട്. ഇനി നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷന്റെ ഷോർട്ട് ഫോം എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? NGO അല്ലെ. അതുപോലെ തന്നെ കോർപ്പറേറ്റീവ് സഹകരണ സംഘങ്ങളും ഹോസ്പിറ്റലുകൾ സ്ഥാപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ എന്താണ് ഓണർഷിപ്പിന്റെ ബേസിസിൽ 4 രീതിയിലാണ് ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പബ്ലിക് ഹോസ്പിറ്റലുണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്, അതുപോലെ തന്നെ കോർപ്പറേറ്റീവ് ഹോസ്പിറ്റലും എന്താണ് പിന്നെ NGO അല്ലെ. NGO നടത്തുന്ന ഹോസ്പിറ്റലുകളുണ്ട്. ഇനി ഓരോന്നും നമുക്ക് പഠിക്കാം കേട്ടോ. ഏതൊക്കെയാണ്? പബ്ലിക് ഹോസ്പിറ്റൽസ്. These hospitals are owned and operated by
government. Underline ചെയ്ത് വെച്ചേ. Government and or autonomous body. Autonomous body എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലേ? ഓക്കെ. അപ്പോ ഈ പബ്ലിക് ഹോസ്പിറ്റൽസ് ഓപ്പറേറ്റഡ് ആൻഡ് ഓൺ ചെയ്യുന്നത് അല്ലെ? ഓൺ ചെയ്യുന്നത് ആരായിരിക്കും? ഗവൺമെന്റ് ആണ്. പബ്ലിക് ഹോസ്പിറ്റൽസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് സ്ഥാപിക്കുന്നത് ഗവൺമെന്റ് ആണ്. എക്സാമ്പിൾ നോക്കിയേ. കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈൽഡ് ഹെൽത്ത്. ഇതൊക്കെയാണ് പബ്ലിക് ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. പബ്ലിക് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാല് ഈ ഹോസ്പിറ്റൽസ് സ്ഥാപിക്കുന്നത് ആരാണ്? ഗവൺമെന്റ് ആണ്. ഇനി പ്രൈവറ്റ് ഹോസ്പിറ്റൽ സ്ഥാപിക്കുന്നത് ആരായിരിക്കും? അറിയാൻ പറ്റൂലേ? ആരാണ്? പബ്ലിക് ഹോസ്പിറ്റൽ സ്ഥാപിക്കുന്നത് ഗവൺമെന്റ് ആകുമ്പോ അല്ലെ? പബ്ലിക് ഹോസ്പിറ്റൽ സ്ഥാപിക്കുന്നത് ഗവൺമെന്റ് ആകുമ്പോ പ്രൈവറ്റ് ഹോസ്പിറ്റൽ സ്ഥാപിക്കുന്നത് ആരായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്? പ്രൈവറ്റ് അല്ലെ? പ്രൈവറ്റ് പാർട്ടീസ് അല്ലെങ്കിൽ പ്രൈവറ്റ് പീപ്പിൾ ആണ് അല്ലെ? ഓക്കെ. നോക്കിക്കോളൂ. പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, these hospitals are owned and operated by private people or entrepreneurs. Okay, underline ചെയ്ത് വെക്കാം ട്ടോ. Private hospitals are owned and operated by private people or entrepreneurs. Entrepreneur ആരാ? Businessman ആണ്. Okay. For example, നോക്കിയേ. കിൻഡർ ഹോസ്പിറ്റൽ, അപ്പോളോ ഹോസ്പിറ്റൽ. വ്യവസായി. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. വ്യവസായി അല്ലെങ്കിൽ ബിസിനസ്മാൻ ആണ് എന്റർപ്രണർ എന്ന് പറയുന്നത് കേട്ടോ. ചിലപ്പോ ഒരു വ്യക്തി ആയിരിക്കാം അല്ലെങ്കിൽ പ്രൈവറ്റ് പീപ്പിൾ ആയിരിക്കാം കേട്ടോ സ്ഥാപിക്കുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മള് പബ്ലിക് പറഞ്ഞു, പ്രൈവറ്റ് പറഞ്ഞു. ഇനി എന്താണ്? കോർപ്പറേറ്റീവ് ഹോസ്പിറ്റൽ അല്ലെ? These hospitals are owned by cooperative society and they have a set of board members to make decisions. എന്താണ് ഈ കോർപ്പറേറ്റീവ് ഹോസ്പിറ്റൽ സ്ഥാപിക്കുന്നത്? ആരാണ് ഈ കോർപ്പറേറ്റീവ് സൊസൈറ്റികൾ? സഹകരണ സംഘം. അവര് എന്താണ് ഡിസിഷൻസ് എടുക്കാനായിട്ടല്ലേ? ഓക്കെ. ഓക്കെ, അവിടെ എന്താണ് ഡിസിഷൻസ് എടുക്കാനായിട്ട് നോക്കിക്കോളൂ. ആൻഡ് ദേ ഹാവ് എ സെറ്റ് ഓഫ് ബോർഡ് മെമ്പേഴ്സ് ടു മേക്ക് ഡിസിഷൻസ് അല്ലെ? ഒരു കൂട്ടം ബോർഡ് മെമ്പേഴ്സ് ഉണ്ടാവും. അവരാണ് തീരുമാനങ്ങള് ഡിസിഷൻസ് എടുക്കുന്നത്. കോർപ്പറേറ്റീവ് ഹോസ്പിറ്റല് എന്താണ് ഓപ്പറേറ്റ് ചെയ്യുന്നതും ഓൺ ചെയ്യുന്നതും ആരായിരിക്കും? കോർപ്പറേറ്റീവ് സൊസൈറ്റി, സഹകരണ സംഘങ്ങളായിരിക്കും. അതുപോലെ തന്നെ അവര് എങ്ങനെയാണ് ഡിസിഷൻ എടുക്കുന്നത്? ബോർഡ് മെമ്പേഴ്സ് ഉണ്ടാവും അവർക്ക്. ആ ബോർഡ് മെമ്പേഴ്സ് വഴിയാണ് അവിടെ ഓരോ കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കി, ഇരിങ്ങാലക്കുട കോർപ്പറേറ്റീവ് ഹോസ്പിറ്റൽസ്. ഓക്കെ, തൃശ്ശൂരുള്ള ഒരു ജില്ലയാണ് ഇരിങ്ങാലക്കുട. അപ്പൊ അവിടെ ഉള്ള ഒരു ഹോസ്പിറ്റലാണ് ഇരിങ്ങാലക്കുട ഹോസ്പിറ്റലാണ് കോർപ്പറേറ്റീവ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് കേട്ടോ. കോർപ്പറേറ്റീവ് ഹോസ്പിറ്റല് ഇരിങ്ങാലക്കുടയാണ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ജില്ലകളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കോർപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കാണാൻ പറ്റും കേട്ടോ, അറിയാൻ പറ്റും. ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. കിട്ടിയില്ലേ കോർപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല്? ഇനി നെക്സ്റ്റ് ആണ് ഹോസ്പിറ്റൽ റണ്ണിംഗ് ബൈ NGO അല്ലെ? These kinds of hospitals are operated and managed by the certain non-governmental organization on charity basis. എന്തായിരിക്കാം അങ്ങനെ പറഞ്ഞാല്? ഹോസ്പിറ്റൽസ് റണ്ണിംഗ് ബൈ NGO, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ്. ഓക്കെ, അങ്ങനെയുള്ള ഹോസ്പിറ്റൽ എന്താണ് ഹോസ്പിറ്റൽസ് ഓപ്പറേറ്റ് ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ആരാണ്? നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് ആണ്. ഇവരെന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ചാരിറ്റി ബേസിസിലാണ് അല്ലെ ഇവര് ഓരോ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത്. ചാരിറ്റബിൾ ട്രസ്റ്റ്.
എക്സാമ്പിൾ നോക്കി, ജീവൻ രക്ഷ ചാരിറ്റി ആൻഡ് സർവീസ് സൊസൈറ്റി. നോൺ പ്രോഫിറ്റബിൾ ആണ്, ഓൺലി സർവീസ് ആണ് അല്ലെ ഒരു പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഇപ്പോ ഓണർഷിപ്പിന്റെ ബേസിസിൽ ആണ് നമ്മള് ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അല്ലെ. ഇപ്പൊ എന്താ പറഞ്ഞത് നമ്മളിവിടെ? ഓണർഷിപ്പിന്റെ ബേസിലാകുമ്പോൾ എന്താണ്, ഹോസ്പിറ്റൽസ് റണ്ണിങ് ഹ്യൂജ് ബിസിനസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഗവൺമെന്റിന് ഇൻട്രസ്റ്റ് ഉണ്ട്, ഹോസ്പിറ്റൽസ് സ്ഥാപിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കൂടിയും ഈ മേഖല കൈകാര്യം ചെയ്യുന്നത് ഇപ്പോ ഭൂരിഭാഗം നോക്കിയിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും? പ്രൈവറ്റ് പാർട്ടീസ് ആണ്. അതുപോലെ തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്. ബാക്കി വേറെ രണ്ട് പാർട്ടീസും എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റലുകൾ സ്ഥാപിക്കുന്നുണ്ട് അല്ലെ. ഏതൊക്കെയാണ്? കോർപ്പറേറ്റീവ് സൊസൈറ്റിയും അതുപോലെ തന്നെ NGOയും, നോട്ട് ഗവൺമെന്റ് ഓർഗനൈസേഷൻസും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇവിടെ 4 രീതിയിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പബ്ലിക് ഹോസ്പിറ്റലും പ്രൈവറ്റ് ഹോസ്പിറ്റല്, കോർപ്പറേറ്റീവ് ഹോസ്പിറ്റല്, ഹോസ്പിറ്റൽ റൺ ബൈ NGO. എന്താണ് പബ്ലിക് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽസ് ഓൺ ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ഗവൺമെന്റ് ആണ്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽസ് ആർ ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ പ്രൈവറ്റ് പീപ്പിൾ ഓർ എന്റർപ്രണേഴ്സ്. ഇനി ഇവിടെ എന്താണ്? ഇവിടെ ഹോസ്പിറ്റൽസ് ഓൺ ചെയ്യുന്നത് ആരാണ്? കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. അവിടെ ഒരു എന്താണ് ബോർഡ് മെമ്പേഴ്സ് ഉണ്ടാവും. ആ ബോർഡ് മെമ്പേഴ്സ് ആണ് ഡിസിഷൻസ് എടുക്കുന്നത്. ഇനി ഹോസ്പിറ്റൽ റൺ ബൈ NGO. ഓക്കെ, NGO റൺ ചെയ്തിട്ടുള്ള ഹോസ്പിറ്റൽസ്. ഓക്കെ, ഈ ഹോസ്പിറ്റൽസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ആൻഡ് മാനേജ് ചെയ്യുന്നതും നോട്ട് ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്, ഓൺലി ചാരിറ്റി ബേസിസിൽ നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ അവരെന്താണ് ചാരിറ്റി ബേസിസിലാണ് സർവീസുകൾ കൊടുക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഓക്കെ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഓൺ ദ ബേസിസ് ഓഫ് ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ. ഒരു ഹോസ്പിറ്റലിൽ ആളുകൾ വരുമ്പോൾ അവിടെ സ്റ്റേ ചെയ്യുന്ന അടിസ്ഥാനത്തിൽ നമ്മൾ ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. Admission duration of patient relies upon the health condition of the patient and their willingness to stay in the hospital. So on the basis of duration of stay, the hospitals are classified into 2: long duration hospital, short duration hospital. അപ്പോ ഈ ഓൺ ദ ബേസിസ് ഓഫ് ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മള് ഒരു പേഷ്യന്റിന്റെ അഡ്മിഷൻ അല്ലെ, അഡ്മിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എത്ര നാള് അഡ്മിറ്റ് ആയി കിടക്കണം, അല്ലെങ്കിൽ എത്ര നാള് അദ്ദേഹത്തെ അഡ്മിറ്റ് ആക്കണം, അതുപോലെ തന്നെ അയാളുടെ ഹെൽത്ത് കണ്ടീഷൻ നോക്കിയിട്ട് ഹോസ്പിറ്റലില് തുടരാനായിട്ടുള്ള സന്നദ്ധത അല്ലെ, വില്ലിംഗ്നെസ് ടു സ്റ്റേ, അങ്ങനെയുള്ള കാര്യങ്ങൾ, 2 കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഇങ്ങനെയുള്ള ഡ്യൂറേഷൻ നമ്മൾ നോക്കുന്നത് കേട്ടോ. ക്ലിയർ ആയോ? അദ്ദേഹത്തിന്റെ ഹെൽത്ത് കണ്ടീഷൻ നോക്കിയിട്ട് അയാൾ എത്ര നാള് ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്നത് ആവശ്യമാണ് എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മളിവിടെ ഹോസ്പിറ്റലിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ലോങ് ഡ്യൂറേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഷോർട്ട് ഡ്യൂറേഷൻ ഉണ്ട്. ക്ലിയർ ആയില്ലേ? ഇനി ലോങ് ഡ്യൂറേഷൻ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോളൂ. If the patient stay more than 30 days in hospital as the IP patients, these kinds of hospital can be termed as long duration hospitals. ഇനി ഒരു പേഷ്യന്റ് ലോങ് ഡ്യൂറേഷൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പേഷ്യന്റ് എത്ര ദിവസം കിടക്കണം അത് മാത്രം ഒന്ന് നോക്കിയാൽ മതി കേട്ടോ, നോക്കി വെച്ചാൽ മതി. എത്ര ദിവസം സ്റ്റേ ചെയ്യേണ്ടതായിട്ടുണ്ട് ഹോസ്പിറ്റലുകളിൽ? more than 30 days. അത് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, ഇനി അപ്പൊ ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാലോ, if the patient stay less than 30 days in the hospital as an IP patient, these kinds of hospital can be termed as short duration hospital.
ഹോസ്പിറ്റൽ. ഷോർട്ട് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാല് എത്ര ഡേയ്സ് കിടക്കണം? ലെസ് ദാൻ 30 days ആണ് പേഷ്യൻസിന് കിടക്കേണ്ടി വരുന്നത്. ക്ലിയർ ആയോ? ലോങ് ഡ്യൂറേഷനും ഉണ്ട്, ഷോർട്ട് ഡ്യൂറേഷനും ഉണ്ട്. ലോങ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ 30 days കിടക്കേണ്ടതായിട്ടുണ്ട്. ഷോർട്ട് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ 30 days ആണ്. ഇത്ര മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ഓൺ ദ ബേസിസ് ഓഫ് സിസ്റ്റം ഓഫ് മെഡിസിൻ. System of medicine is an interdisciplinary field of study that looks at the system of the human body as part of an integrated whole incorporating biochemical, physiological and environmental interactions. അപ്പോൾ സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ഇന്റർഡിസിപ്ലിനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇന്റർഡിസിപ്ലിനറി എന്ന് പറഞ്ഞാല് ഓക്കെ, ഇന്റർഡിസിപ്ലിനറി എന്തായിരിക്കാം? ഒന്നിലധികം അക്കാദമിക് വിഷയങ്ങളെ സംയോജിപ്പിച്ചു കൊണ്ടുള്ള ഒരു പഠന മേഖല. ഓക്കെ ഓക്കെ, അതിനെയാണ് നമ്മള് സിസ്റ്റം ഓഫ് ഇന്റർഡിസിപ്ലിനറി എന്ന് പറഞ്ഞാല് ഒന്നിലധികം കേട്ടോ. അപ്പൊ ഒന്നിലധികം അക്കാദമിക് വിഷയങ്ങളെ നമ്മൾ സംയോജിപ്പിച്ചു കൊണ്ട് പറയുന്ന ഒരു പഠന മേഖലയാണ് ഈ സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത്. ഇന്റർഡിസിപ്ലിനറി എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഫീൽഡ്സ്. ഓക്കെ, അപ്പോ ഒന്നിലധികം പഠന മേഖലകൾ ഏതൊക്കെയാണ് ഇവിടെ പറയുന്നത്? ബയോകെമിക്കൽ അല്ലെ, കെമിക്കൽ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടത് ബയോകെമിക്കൽ ഉണ്ട്, ഫിസിയോളജിക്കൽ ജീവശാസ്ത്രപരമായിട്ട്, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഇന്ററാക്ഷൻസ് അല്ലെ, പാരിസ്ഥിതിക ഇടപെടലുകൾ. ഓക്കെ, ഈ മൂന്ന് കാര്യങ്ങളും ഒന്നിലധികം അക്കാദമിക് വിഷയങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പഠന മേഖലയാണ് ഈ സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ബയോകെമിക്കൽ, ഫിസിയോളജിക്കൽ, എൻവയോൺമെന്റൽ ഇന്ററാക്ഷൻസ്. ബയോകെമിക്കൽ എന്ന് പറഞ്ഞാല് കെമിക്കൽ പ്രോസസ്സുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ ബന്ധപ്പെട്ടത്. അതുപോലെ തന്നെ ഫിസിയോളജിക്കൽ എന്ന് പറഞ്ഞാല് ജീവശാസ്ത്രപരമായിട്ട് ബന്ധപ്പെട്ടത്. എൻവയോൺമെന്റ് ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാല് പാരിസ്ഥിതിക ഇടപെടലുകൾ. ഇവർ മൂന്നുമായിട്ട് അല്ലെ ഇന്റർഡിസിപ്ലിനറി ഒന്നിലധികം സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞാല് ഈ ഒന്നിലധികം അക്കാദമിക് വിഷയങ്ങളെ സംയോജിപ്പിച്ചു കൊണ്ടുള്ള ഒരു പഠന മേഖലയാണ് ഈ സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത്. ഇത്ര മനസ്സിലായോ? ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് ആണ്, നെക്സ്റ്റ് പറഞ്ഞോട്ടെ. നെക്സ്റ്റ് സെന്റൻസ്, there are 6 systems as follow in India. Hospitals are working on the basis of different systems of medicine. These classification are എന്താണ്? അലോപ്പതിക് ഹോസ്പിറ്റൽസ് ഉണ്ട്, ആയുഷ് ഹോസ്പിറ്റൽസ് ഉണ്ട് അല്ലെ. ഇനി അലോപ്പതിക് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? The hospitals which follow an allopathic system of medicine are termed as allopathic hospitals. അല്ലെ, അലോപ്പതിക് മെഡിസിൻ ഫോളോ ചെയ്യുന്ന ഹോസ്പിറ്റൽസിനെയാണ് നമ്മൾ അലോപ്പതിക് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. അലോപ്പതിക് സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്ത് മെഡിസിനാണ് നമ്മൾ യൂസ് ചെയ്യാം? എന്ത് മെഡിസിൻസ് ആണ് അവിടെ കൊടുക്കുന്നത്? മോഡേൺ അല്ലെ, ഇംഗ്ലീഷ് അല്ലെ, ഇംഗ്ലീഷ് മരുന്നുകൾ അല്ലെ. ഓക്കെ, അങ്ങനെയുള്ള മെഡിസിൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ഫോളോ ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആണ് അലോപ്പതിക് ഹോസ്പിറ്റൽസ്. നോക്കിക്കോളൂ, എക്സാമ്പിൾ നോക്കി, ആസ്റ്റർ മെഡിസിറ്റി. ഇനി ഈ അലോപ്പതിക് സിസ്റ്റം ഓഫ് മെഡിസിനെ പറയുന്ന വേറൊരു പേരുകളാണ് ബയോ മെഡിസിൻ. ബയോ മെഡിസിൻ എന്ന് പറയുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം കേട്ടോ. ബയോ മെഡിസിൻ. നെക്സ്റ്റ് പറയുന്ന പേരാണ് മോഡേൺ മെഡിസിൻ. നെക്സ്റ്റ് പറയുന്ന പേരാണ് കൺവെൻഷണൽ. CONVENTIONAL. കൺവെൻഷണൽ.
പരമ്പരാഗതമായ മെഡിസിൻ, കൺവെൻഷണൽ മെഡിസിൻ. ഇനി ഒരു പേരും കൂടി ഉണ്ട്, വെസ്റ്റേൺ മെഡിസിൻ. 4 രീതിയിലാണ് ഈ അലോപ്പതിക് മെഡിസിനെ പറയുന്നത്. ഒന്നുകൂടി പറയാം, ബയോമെഡിസിൻ, മോഡേൺ മെഡിസിൻ, കൺവെൻഷണൽ മെഡിസിൻ, വെസ്റ്റേൺ മെഡിസിൻ. 4 രീതിയിൽ പറയുന്നുണ്ട്. നാലാമത്തെ വെസ്റ്റേൺ, WESTERN, വെസ്റ്റേൺ മെഡിസിൻ. ഓക്കെ, കിട്ടിയില്ലേ? ഇനി നെക്സ്റ്റ് ആണ്. അപ്പൊ അലോപ്പതിക് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാല് അലോപ്പതിക് മെഡിസിൻ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആണ്. അറിയാം, ഇംഗ്ലീഷ് മരുന്നുകൾ ഫോളോ ചെയ്യുന്നത് കേട്ടോ. ആസ്റ്റർ മെഡിസിറ്റി. ഇനി നെക്സ്റ്റ് ആണ് ആയുഷ് ഹോസ്പിറ്റൽ. ആയുഷ് ഈസ് ആൻ അക്രണം ഫോർ ആയുർവേദ, അതുപോലെ യോഗ, നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി and other 6 Indian system of medicine prevalent and practiced in India and some of the few neighboring Asian countries. അപ്പൊ എന്താ പറയുന്നത്? ഈ അക്രണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുരുക്കി എഴുത്താണ് കേട്ടോ. ആയുഷിനെ അല്ലെങ്കിൽ ഈ എല്ലാ പേരുകളെയും നമ്മൾ പറയുന്നുണ്ട് അല്ലെ. ആയുഷ് എന്ന് പറഞ്ഞാല്, എ എന്ന് പറഞ്ഞാല് ആയുർവേദയാണ്, വൈ എന്ന് പറഞ്ഞാല് യോഗയാണ്, അതുപോലെ യു ആണ് എന്താണ് യുനാനി സിസ്റ്റം, സിദ്ധ സിസ്റ്റം, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി അല്ലെ. അപ്പൊ ഇതിന്റെയൊക്കെ ചുരുക്കിയെടുത്താണ് ആയുഷ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ഇപ്പോ പ്രാബല്യത്തിലുള്ളതും അതുപോലെ തന്നെ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തതുമായിട്ടുള്ള 6 മെഡിസിനുകളാണ് ഇപ്പൊ പല ഏഷ്യൻ കൺട്രീസിലും കേട്ടോ. ഏഷ്യൻ കൺട്രീസിൽ ഫോളോ ചെയ്യുന്ന പ്രാബല്യത്തിലും ഉള്ളതും ഇപ്പോ പ്രാക്ടീസ് ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള 6 ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ് ആയുഷ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതാണ് പാരഗ്രാഫ് ലാസ്റ്റ് സെന്റൻസിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഏഷ്യൻ കൺട്രീസിൽ ഇപ്പോ പ്രാക്ടീസ് ചെയ്യപ്പെടുന്നതും അതുപോലെ തന്നെ പ്രാബല്യത്തിലുള്ളതുമായിട്ടുള്ള 6 ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറയുന്നതാണ് ആയുഷ്. ആയുഷ് ഹോസ്പിറ്റൽസ് ആർ ഹോസ്പിറ്റൽസ് വിച്ച് ആർ കംസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ആയുഷ്. അറിയാലോ, ആയുഷ് എന്താണ്? ആയുഷിന്റെ കീഴിൽ, മിനിസ്ട്രി ഓഫ് ആയുഷിന്റെ കീഴിൽ വരുന്നതാണ്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഹെൽത്ത് കെയർ സിസ്റ്റത്തില്. ഇനി എന്താണ്? എക്സാമ്പിൾ ഓഫ് അഹല്യ ആയുർവേദ ഹോസ്പിറ്റൽ, ശാന്തിഗിരി, സിദ്ധ ഹോസ്പിറ്റൽസ്. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അതുപോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആയുഷിന്റെ എക്സ്പാൻഡ് ഫോമുകൾ കൊടുത്തിട്ടുണ്ട്. എ എന്ന് പറഞ്ഞാൽ ആയുർവേദയാണ്, യോഗ അല്ലെ, വൈ എന്ന് പറഞ്ഞാൽ യോഗ ആൻഡ് നാച്ചുറോപ്പതി, യു എന്ന് പറഞ്ഞാൽ യുനാനി, സിദ്ധ അല്ലെ, എസ് എന്ന് പറഞ്ഞാൽ സിദ്ധ, എച്ച് എന്ന് പറഞ്ഞാൽ ഹോമിയോപ്പതിയാണ്. അറിയാവുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. വേറെ ആയില്ലേ? ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ബേസിക് കൺസെപ്റ്റ് ഓഫ് ഹോസ്പിറ്റലിൽ വരുന്നത് കേട്ടോ. അതോടുകൂടി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. നമ്മള് ഹിസ്റ്ററി പഠിച്ചു, പിന്നെ ഹോസ്പിറ്റലിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പ്രധാനമായിട്ട് നോക്കേണ്ടത് കേട്ടോ. ഓക്കെ ആണോ? ഇത്തരം കാര്യങ്ങള് ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും ക്ലാസിഫിക്കേഷൻ ഓക്കെ ആണ് അല്ലെ? നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇത്രയും വായിച്ച് പഠിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.